വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ഡാറ്റാബേസോട് ഉപയോഗിക്കുന്നത് മോങ്കോ ഡി ബി ആണ്. അതായത് മോങ്കോ ഡി ബി എന്ന് പറയുന്ന ഒരു നോ എസ്ക്യൂഎൽ ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്: എസ്ക്യൂഎൽ ഡാറ്റാബേസ്, നോ എസ്ക്യൂഎൽ ഡാറ്റാബേസ്. എസ്ക്യൂഎൽ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, മൈ എസ്ക്യൂഎൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എസ്ക്യൂഎൽ, ഒറാക്കിൾ, ഇതൊക്കെ മൈ എസ്ക്യൂഎൽ പെടുന്നതാണ്, അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ. പക്ഷേ നോ എസ്ക്യൂഎൽ എന്ന് പറയുന്നത് അതിൽ സ്ട്രക്ചർ ഉണ്ടാവില്ല. സ്ട്രക്ചർ ഇല്ലാതെ ഒരു ജേസൺ ടൈപ്പ് ഡാറ്റ, അതിന് ബീസൺ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്നൊക്കെ പറയാം. ഒരു നമ്മൾ ജേസൺ പഠിച്ചിട്ടുണ്ടല്ലോ, ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് ജേസൺ എന്നുള്ള പഠിച്ചു. ആ ജേസൺ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് നോഎസ്ക്യൂഎൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ നോഎസ്ക്യൂഎൽ ഡാറ്റാബേസിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് മോങ്കോ ഡി ബി എന്ന് പറയുന്നത്. അപ്പൊ മോങ്കോ ഡി ബി ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ. അപ്പൊ മോങ്കോ ഡി ബി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മോങ്കോ ഡി ബി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് മാക്കിലാണെങ്കിൽ ഇൻസ്റ്റാൾ മോങ്കോ ഡി ബി മാക് എന്ന് പറയുന്ന സെർച്ച് ചെയ്യാം. അപ്പം ഓരോന്നും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ തന്നെ എപ്പോഴും റെഫർ ചെയ്യാൻ നോക്കാം. അതായത് mongodb.com എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഹോം ബ്രൂ നോക്കിയപ്പോൾ ഹോം ബ്രൂവിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കി, പിന്നെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാവും. ഇതിന് പകരം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഏതാണ് അതിന്റെ സെയിം യു ആർ എൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, mongodb.com. അപ്പൊ അതിൽ തന്നെ പോയിട്ട് സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ മാക് ആണെങ്കിൽ താഴോട്ട് വന്ന സ്റ്റെപ്സ് ഉണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആദ്യം എക്സ്കോഡ് കമാൻഡ് ലൈൻ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം, പ്രീ റിക്വസിറ്റ്സ് ആണ്. പിന്നെ ബ്രൂ ഇൻസ്റ്റാൾ ചെയ്യണം. ബ്രൂ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോങ്കോ ഡിബിന്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് കോപ്പി ചെയ്യാം, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഇവിടെ ഉണ്ട്. അതായത് ബ്രൂ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബ്രൂ ഇൻസ്റ്റാൾ, ആദ്യം ബ്രൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, എല്ലാ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർസിന്റെ റെഫറൻസ് നിങ്ങളെ ലോക്കലിലേക്ക് ഡൗൺലോഡ് ആവും. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ബ്രൂ ഇൻസ്റ്റാൾ മോങ്കോ ഡി ബി കമ്മ്യൂണിറ്റി @8.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേർഷൻ ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്സ് ഉണ്ട്, അത് റൺ ചെയ്യുന്ന റൺ മോങ്കോ ഡി ബി കമ്മ്യൂണിറ്റി എഡിഷൻ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, നോട്ട് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ജെഎസ് ഓക്കെ, അത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. നമ്മൾ കോഡ് റൺ ചെയ്യുമ്പോൾ മാത്രം അത് റൺ ചെയ്താൽ മതി. പക്ഷെ ഡാറ്റാബേസ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി റണ്ണിങ് ആയിരിക്കണം. അപ്പൊ അതിനുള്ള റൺ മോങ്കോ ഡി ബി കമ്മ്യൂണിറ്റി എഡിഷൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താണ് ചെയ്യേണ്ടത്, ടു റൺ മോങ്കോ ഡി ബി. അപ്പോ ഇതാണ് ചെയ്യേണ്ടത്, ബ്രൂ സർവീസസ് സ്റ്റാർട്ട് മോങ്കോ ഡി ബി കമ്മ്യൂണിറ്റി @8.0. അതായത് ബ്രൂ സർവീസസ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച്, സ്റ്റാർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ആ ഒരു സർവീസിന്റെ പേര് കൂടെ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ റൺ ചെയ്തിട്ടാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോങ്കോ ഡി ബി റണ്ണിങ് ആയിരിക്കും. അതേപോലെ തന്നെ വിൻഡോസിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം. ഇൻസ്റ്റാൾ ഓൺ വിൻഡോസ് ഇവിടെ ഉണ്ട്. വിൻഡോസിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മോങ്കോ ഡി ബി ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് യൂഷ്വലി റൺ ചെയ്യുന്ന ആവശ്യമേ വരുള്ളൂ. ഇവിടെ വേറെ റൺ ചെയ്യേണ്ട സ്റ്റെപ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, നോക്കാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ മോങ്കോ ഡി ബി, നമുക്ക് അതിലെ ഡാറ്റാബേസ് നമ്മൾ MySQL ഒക്കെ ആണെങ്കിൽ PHP MyAdmin അല്ലെങ്കിൽ മറ്റുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അതേപോലെ മോങ്കോ ഡി ബി നമുക്ക് അതിലുള്ള ഡാറ്റ മാനേജ് ചെയ്യാനും അതിൽ എന്തൊക്കെ ടേബിൾസിന്റെ ഡാറ്റാബേസ് ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു GUI, അതായത് ഒരു UI വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിന് മോങ്കോ ഡി ബി കോമ്പസ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. മോങ്കോ ഡി ബി കോമ്പസ്, അത് മോങ്കോ ഡി ബിന്റെ പ്രൊഡക്റ്റിനാണ്, mongodb.com. അപ്പൊ അത് GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, അതാണ് GUI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മാക് ആണെങ്കിൽ അങ്ങനെ, വിൻഡോസ് ആണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ. ഞാനിപ്പോ മാക്കിലാണ് ലോഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് മാക്കിന്റെ ഓപ്ഷൻസ് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത് വരും. അപ്പോൾ അതെന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്ത് കഴിഞ്ഞാൽ മോങ്കോ ഡി ബി കോമ്പസ് റൺ ചെയ്യണം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ ലെഫ്റ്റ് സൈഡിലെ കണക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കണക്ഷൻസ് അത് എംപ്റ്റി ആയിരിക്കും ഫസ്റ്റ് ടൈം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആഡ് ന്യൂ കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൽ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു URI കാണിക്കും. അതിന്റെ ഹോസ്റ്റ് അഡ്രസ് URI കൊടുത്തത് mongodb://localhost:2701/. ഇങ്ങനെ ഒരു
കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ലോക്കലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള MongoDB കണക്ട് ചെയ്യാനുള്ള അഡ്രസ് നമുക്ക് MySQL കാണാൻ ലോക്കൽ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതിന്റെ പോർട്ടും കൊടുക്കാം. അതേപോലെ ഇവിടെ MongoDBന്റെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 27017 ആണ്. അപ്പോ ഇങ്ങനെയാണ് ഒരു അഡ്രസ് ഉണ്ടാവുക, MongoDB കണക്ട് ചെയ്യേണ്ട അഡ്രസ് ഉണ്ടാവുക. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഈ അഡ്രസ്സും കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് വരും. എന്നിട്ട് കണക്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ആവും. കണക്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറൊക്കെ കണക്ഷൻസ് എന്ന് പറയുന്നതിന്റെ താഴെ കാണാം. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ കണക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ കുറെ പ്രാവശ്യം ആഡ് ചെയ്താണ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യേണ്ട. ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ കണക്ഷൻസിന് അണ്ടറിലാണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണക്ഷൻ ഓക്കെ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ട്, അണേബിൾ ടു കണക്ട് അല്ലെങ്കിൽ ടൈം ഔട്ട്, അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളെ ഡാറ്റാബേസ് റണ്ണിങ് അല്ല, അതായത് MongoDB റണ്ണിങ് അല്ല. അപ്പൊ നേരത്തെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, MongoDB സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കമാൻഡ് ഒക്കെ കണ്ടു. അപ്പൊ അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിലുള്ള ഡാറ്റാബേസസ് ലിസ്റ്റ് ആയിട്ടുണ്ടാവും. അതിൽ അഡ്മിൻ, കോൺഫിഗ്, ലോക്കൽ, ഈ മൂന്നും ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു MongoDB മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസുകളാണ്. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. പകരം നിങ്ങൾക്ക് വേണ്ട ഡാറ്റാബേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ക്രിയേറ്റ് ഡാറ്റാബേസ്, നിങ്ങൾക്ക് അതിന് പേര് കൊടുത്തതിന് ഡാറ്റാബേസ് ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ ഓരോ ഡാറ്റാബേസും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ടേബിൾസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അവിടെ ലിസ്റ്റ് ആവും. എക്സ്പെൻസസ്, സെഷൻസ്, യൂസേഴ്സ് എന്നൊക്കെ കൊണ്ട് ലിസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ അതിൽ ഓരോന്നും സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലുള്ള ഡാറ്റാസ് ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അത് അവിടുന്ന് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ ക്ലോൺ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ മാനേജ് ചെയ്യാം. അപ്പൊ ഇതൊരു GUI ഇന്റർഫേസ് ആണ്. പിന്നെ അതേപോലെ MongoDBന്റെ ക്വറി നിങ്ങൾക്ക് മാനുവലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, SQL ക്വറി ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ MongoDB ഷെൽ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ഇവിടെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാനുവലി റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ക്വറിയാണ്, DB expenses ഡോട്ട് ഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് എക്സ്പെൻസ് എന്ന് പറയുന്ന ടേബിളിലുള്ള ഡാറ്റ മൊത്തം കാണാനുള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അതിന്റെ ഡാറ്റയൊക്കെ ലിസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് MongoDBന്റെ ഏത് സ്ക്രിപ്റ്റും നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റൺ ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. പിന്നെ VS Code നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. VS Code ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ആപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി ടെർമിനലിൽ വന്നിട്ട് ടെർമിനലിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് ആ ഫോൾഡറിലേക്ക് പോകാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. PWD കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെ ഉള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റും. യൂസേഴ്സ്, ഡെവോ, ഡെസ്ക്ടോപ്പ്. എനിക്ക് ഓൾറെഡി ഞാൻ എൻ്റെ ടെർമിനലൊക്കെ കുറച്ച് ടൂൾസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫോൾഡർ ഏതാന്നൊക്കെ ഇവിടെ തന്നെ കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സ്, ഡെവോ, ഡെസ്ക്ടോപ്പ് എന്നാണ് എൻ്റെ ഒരു ഫോൾഡറിന്റെ പാത്ത്. നിങ്ങളത് PWD കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും എവിടെയാണുള്ളത്. അതിനനുസരിച്ച് CD ഉപയോഗിച്ച് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം. ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ എനിക്കൊരു ഫോൾഡർ ഉണ്ടാക്കണം ആദ്യം. അപ്പൊ ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിനക്സ് കമാൻഡ്, ലിനക്സിന്റെ അല്ലെങ്കിൽ ഗിറ്റ് ബാഷിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ മാക്കിലാണെങ്കിൽ ടെർമിനലൊക്കെ കൊടുക്കാൻ പറ്റുന്ന കമാൻഡാണ് mkdir. ഒന്നുകിൽ നിങ്ങൾ മാനുവലായിട്ട് പോയിട്ട് ഫോൾഡർ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെർമിനലിന് ഫോൾഡർ ഉണ്ടാക്കാം. mkdir മേക്ക് ഡയറക്ടറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ mkdir എന്ന് കൊടുത്തിട്ട് ഫോൾഡറിന്റെ പേര് കൊടുക്കുകയാണ്. ട്രാക്കർ എന്നാണ് കൊടുക്കും, എക്സ്പെൻസ് ട്രാക്കർ അല്ലെങ്കിൽ എക്സ്പെൻസ് ട്രാക്കർ. ഫോൾഡർ കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്ററിൽ ഹൈഫൺ ഇട്ടിട്ട്, സ്പേസ് ഇടാണ്ട് ഹൈഫൺ ഇട്ടിട്ട് കൊടുക്കുക, എക്സ്പെൻസ് ട്രാക്കർ. ഞാൻ എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. ഇനി ആ ഫോൾഡറിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഫോൾഡറിലേക്ക് പോവാതെ നിങ്ങൾ റിയാക്ട് ആപ്പ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നോഡ് ആപ്പ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആ ഫോൾഡറിലേക്ക് പോവാതെ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, npm run start എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും, കമാൻഡ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എറർ എങ്ങനെയായിരിക്കും, മിസ്സിംഗ് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട്, ഡിഡ് യു മീൻ വൺ ഓഫ് ദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ്ടോ. ഈ ഏകദേശം ഇതേപോലുള്ള എറേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ റൺ ചെയ്യുന്ന ഈ ഒരു npm എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യുന്നത് എവിടെയായിരിക്കണം, നിങ്ങൾ റൺ ചെയ്യേണ്ടത് ഒരു Node.js പ്രോജക്റ്റിന്റെ ഉള്ളിലായിരിക്കണം. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് Node.js ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുക, ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ package.json എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടെങ്കിൽ അതൊരു Node.js പ്രോജക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു എറർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ഇത് റൺ ചെയ്യുന്നത് വെരിഫൈ ചെയ്യാം. എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ആ ഫോൾഡറിലേക്ക് പോവാം.
അപ്പൊ ഞാൻ എക്സ്പെൻസ് ട്രാക്കറിലേക്ക് പോവാണ്, CD എക്സ്പെൻസ് ട്രാക്കർ. ഇവിടെയും എനിക്ക് എന്താക്കാൻ പറ്റില്ല, ആ ഒരു കമാൻഡ് റൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു എം ടി പ്രോജക്റ്റ് ആണ്, എം ടി ഫോൾഡർ ആണ്. ഇവിടെ ഞാനിപ്പം പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി അവിടെ നമ്മൾ ഈ ഒരു എം ടി ഫോൾഡർ ഒരു നോഡ് ജേസ് പ്രോജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്താണ്, npm init. ആ ഒരു കമാൻഡ് വർക്ക് ചെയ്യും. npm init എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫോൾഡർ നമ്മളിപ്പോ എവിടെയാണുള്ളത് ആ ഫോൾഡർ ഒരു npm പ്രോജക്റ്റ് ആക്കി ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പാക്കേജ് നെയിം എന്താണ് കൊടുക്കേണ്ടത്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഫോൾഡറിന്റെ നെയിം എടുക്കും, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. വേർഷൻ 1.0 ഡീഫോൾട്ട് ഒന്ന് എൻ്റർ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, എക്സ്പെൻസ് ട്രാക്കർ എൻട്രി പോയിന്റ്. അതായത് തുടക്കത്തിൽ നിങ്ങളെ മെയിൻ ഫയൽ ഏതാണെന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ട് index.js എന്ന് വരും. അത് നിങ്ങൾക്ക് app.js ആക്കണമെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക, app.js. ടെസ്റ്റ് കമാൻഡ് എന്തെങ്കിലും ഉണ്ടോ, വേണ്ട, അത് സ്കിപ്പ് ചെയ്യാം. ഗിറ്റ് റെപ്പോസിറ്ററി നിങ്ങളെ റെപ്പോസിറ്ററി ഓൾറെഡി പ്രോജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ URL കൊടുക്കാം. ഞാനത് സ്കിപ്പ് ചെയ്യാണ്. പിന്നെ കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. അതായത് ഇത് എന്തിനെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ ആപ്പ് ആണ്, ഫിനാൻഷ്യൽ എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കീവേഡ്സ് കൊടുക്കുക. കാരണം നമ്മൾ പബ്ലിക് ആയിട്ട് ഇത് നമ്മൾ NPM ഇടുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓദർ നിങ്ങളെ ഇമെയിലും നെയിമൊക്കെ കൊടുക്കാം. ലൈസൻസ് അത് ഒരു ഓപ്പൺ സോഴ്സ് ആണെന്നുള്ള ലൈസൻസ്, ISC ലൈസൻസ് മതി, അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പാക്കേജസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് പാക്കേജസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. യെസ്, അപ്പൊ യെസ് കൊടുക്കാം. അപ്പോൾ ആ പാക്കേജസിന് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, നോക്കാം നമുക്ക്. അപ്പൊ അത് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കമാൻഡ് ഷിഫ്റ്റ് P അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് P പ്രസ് ചെയ്തിട്ട് പാത്ത് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് പാത്ത് ടു കോഡ് പാത്ത് ടു എന്താണ് നമ്മളെ എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് എന്ന് പറഞ്ഞ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫോൾഡറിന്റെ ഉള്ളിൽ പോയിട്ട് കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫോൾഡറിൽ ഉള്ള കണ്ടന്റ്സ് മൊത്തം ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ ഒരു വിൻഡോയിൽ ഓപ്പൺ ആവും. അപ്പോ ആ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലാണ് എന്റെ സൈഡ് ബാറിൽ, നിങ്ങൾക്ക് ഡീഫോൾട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും നിങ്ങൾ കോൺഫിഗറേഷൻ അനുസരിച്ച്. അപ്പൊ അതില് പാക്കേജസ് ഉണ്ട്. ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മളൊരു ബേസിക് പ്രോജക്റ്റ് സെറ്റപ്പ്. നമ്മളിപ്പോ ഒരു NPM പ്രോജക്റ്റ് അല്ലെങ്കിൽ നോഡ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം.